ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ CBI അന്വേഷണത്തിന് ചെറുവിരലനക്കാതെ സർക്കാർ. കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട നിരവധി പരാതികൾ പ്രധാനമന്ത്രിക്ക് ലഭിച്ചിരുന്നു. എന്നാൽ സംസ്ഥാന സർക്കാരോ ഹൈക്കോടതിയോ ഉത്തരവിട്ടാൽ മാത്രമേ CBIക്ക് അന്വേഷണം ഏറ്റെടുക്കാനാകൂ. കേന്ദ്ര അന്വേഷണ ഏജൻസി അന്വേഷണങ്ങൾ ഭയക്കുന്ന സർക്കാർ CBI അന്വേഷണത്തോട് മുഖം തിരിച്ചു നിൽക്കുകയാണ്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നിഷ ദിലീപ് ഒപ്പം ചേരും. നിഷ, അതായത് CBI വരണം എന്നാവശ്യപ്പെട്ട് ഇവിടെ BJP വലിയ ഒപ്പുശേഖരണ പരിപാടി നടത്തുകയാണ്. എല്ലാവരെ കൊണ്ടും ഒപ്പിട്ട് ശബരിമലയെ സംരക്ഷിക്കണമെന്ന ഒറ്റ ലക്ഷ്യത്തോടെ ഒപ്പുശേഖരണം നടത്തുകയാണ്. CBI വരണമെന്നാണ് ആവശ്യം. പക്ഷേ സംസ്ഥാന സർക്കാർ ഒന്ന് സമ്മതം മൂളണം. എന്തുകൊണ്ട് സമ്മതം മൂളുന്നില്ല എന്നതിന് തെളിവ് പത്മകുമാറിൻ്റെ മൊഴിയിൽ തന്നെയുണ്ട്. അതായത് സർക്കാർ കൂടി അറിഞ്ഞിട്ടാണ് എല്ലാം സംഭവിച്ചത് എന്ന്. അപ്പോൾ സർക്കാർ വലിയ അങ്കലാപ്പിലാണ് എന്നതിന് തെളിവോ ഇത്? കൃഷ്ണരാജ്, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ ഓരോ ദിവസവും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും അടക്കമുള്ള ആളുകൾ അറസ്റ്റിലാവുകയും ചെയ്യുന്നൊരു സാഹചര്യം. ഈ ഒരു വലിയ സ്വർണ്ണക്കൊള്ള അന്വേഷിക്കാൻ CBI തന്നെ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള നിരവധി പരാതികൾ പ്രധാനമന്ത്രിക്ക് അടക്കം ലഭിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഈ സ്വർണ്ണക്കൊള്ളയിൽ CBI അന്വേഷണത്തെ സർക്കാർ ഭയക്കുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാം. കാരണം ഇതുവരെ ഇത്രയും ദിവസമായിട്ടും നിരവധി പ്രമുഖരായ ആളുകളും ഒപ്പം തന്നെ മുൻ ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും അടക്കം അറസ്റ്റിലായിട്ടും സർക്കാർ ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല CBI അന്വേഷണത്തിനായി. മാത്രമല്ല ED അന്വേഷണത്തെ പോലും സർക്കാർ ഭയപ്പെടുന്നു. അതിന് തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട്. കാരണം ED ആവശ്യപ്പെട്ട രേഖകൾ പോലും നൽകാനായി മുഖം വിസമ്മതിച്ച് നിൽക്കുകയാണ് സർക്കാർ. മാത്രമല്ല ഈ ഒരു ശബരിമലയിലെ വലിയ സ്വർണ്ണക്കൊള്ള പുറത്തു കൊണ്ടുവരണമെങ്കിൽ CBI പോലുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യമാണ്. ഈ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെ സംസ്ഥാന സർക്കാർ ഭയക്കുന്നുണ്ട്. കാരണം നിരവധി പ്രമുഖർ ഉൾപ്പെട്ട ഒരു കേസാണ് ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത്. ഇതിൻ്റെ കണ്ണികൾ നിരവധിയാണ്. അന്തർ സംസ്ഥാന കണ്ണികളടക്കം ഇതിന് പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണമായി മുന്നോട്ട് പോകണമെങ്കിൽ CBI തന്നെ വരണം. CBI അന്വേഷണം തന്നെ ആവശ്യമാണ്. പക്ഷേ ഈ അന്വേഷണത്തിനായി CBI കേസ് അന്വേഷിക്കണമെങ്കിൽ സംസ്ഥാന സർക്കാർ ഉത്തരവിട്ട് വിജ്ഞാപനം ഇറക്കണം. CBI കേസ് ഏറ്റെടുത്ത് അന്വേഷിക്കണമെങ്കിൽ. പക്ഷേ ആ ഒരു കാര്യത്തിലേക്ക് സംസ്ഥാന സർക്കാർ പോകുന്നില്ല. അതിൻ്റെ തെളിവുകളാണ് നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അടക്കമുള്ളവർ കേസിൽ അറസ്റ്റിലാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കാരണം ആ ഒരു രീതിയിലേക്ക് ഈ കേസ് പോകുമ്പോൾ ഒരിക്കലും CBI പോലുള്ള കേന്ദ്ര ഏജൻസി ഈ കേസ് ഏറ്റെടുത്ത് അന്വേഷണം തുടങ്ങിയാൽ ഇതിൻ്റെ എല്ലാ കള്ളത്തരങ്ങളും അല്ലെങ്കിൽ ഇവിടെ നടന്ന അഴിമതികളൊക്കെ തന്നെ പുറത്തു വരുമെന്നതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ കേസിൽ സംസ്ഥാന സർക്കാർ CBIയുടെ അന്വേഷണം ഭയക്കുന്നത്. ED പോലും ഈ അന്വേഷണം നടത്തുന്നത് സംസ്ഥാന സർക്കാരിന് ഭയമാണ്. കാരണം ED കേസിൻ്റെ അന്വേഷണം സംസ്ഥാന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൻ്റെ രേഖകൾ FIRും ഒപ്പം തന്നെ കേസിലെ അനുബന്ധ രേഖകളും മൊഴിപ്പകർപ്പുകളും ഒക്കെ ആവശ്യപ്പെട്ട് ED ആദ്യം സമീപിച്ചത് റാന്നി മജിസ്ട്രേറ്റ് കോടതിയാണ്. ആ സമയത്ത് കോടതി പറഞ്ഞത് പ്രത്യേക അന്വേഷണ സംഘം, ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘം ഈ കേസിൽ അന്വേഷണം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊരു ഏജൻസിയുടെ സമാന്തര അന്വേഷണം ആവശ്യമില്ല എന്ന് അന്ന് റാന്നി മജിസ്ട്രേറ്റ് കോടതി വ്യക്തമാക്കിയിരുന്നു. തുടർന്ന് ഈ കേസിൽ CBI കള്ളപ്പണ ഇടപാടുകളടക്കം നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമായ ഒരു സാഹചര്യത്തിൽ ED ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഈ കേസ് ഇപ്പോൾ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിൻ്റെ പരിഗണനയിലാണ്. എന്തായാലും ഈ കേസിലെ രേഖകൾ EDക്ക് പോലും കൈമാറാനായി സംസ്ഥാന സർക്കാർ ഭയപ്പെടുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ കേന്ദ്ര ഏജൻസിയായ CBIയുടെ അന്വേഷണം സംസ്ഥാന സർക്കാർ എത്രത്തോളം ഭയക്കുന്നു എന്നുള്ളത്. എന്തായാലും ഈ കേസിൽ നിരവധി പ്രമുഖർ, ജനപ്രതിനിധികൾ, ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, മുൻ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ എന്നിവർ അടക്കമുള്ള ആളുകളാണ് ഓരോ ദിവസവും അറസ്റ്റിലായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട കേസിൽ CBI അന്വേഷണം സംസ്ഥാന സർക്കാർ ഭയപ്പെടുന്നു. കൃഷ്ണരാജ്, പത്മകുമാർ വിരൽ ചൂണ്ടുന്നതും അതിലേക്ക് തന്നെയാണ്. സർക്കാർ അറിയാതെ ഇതൊന്നും സംഭവിച്ചിട്ടില്ല എന്ന മൊഴി. ഒപ്പം സർക്കാരിന് CBI വരുന്നത് പേടിയുണ്ട് എന്ന വിവരങ്ങളും വരുന്നുണ്ട്. ഏതായാലും CBI അന്വേഷണത്തെ ആവശ്യപ്പെട്ട് നിരവധി പരാതികൾ ഒപ്പുശേഖരണമടക്കം പ്രധാനമന്ത്രിക്ക് വരെ ലഭിച്ചതാണ്. എന്നിട്ടും സംസ്ഥാന സർക്കാർ എന്തുകൊണ്ട് ഈ നിലയ്ക്ക് ഭയക്കുന്നു എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു നിഷ ദിലീപ്.